ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നം അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് രണ്ട് ഉദാഹരണങ്ങളിലൂടെ ഞാൻ പറഞ്ഞു തരട്ടെ. ഇതിൽ ഒന്നാമത്തെ ഉദാഹരണം ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങളും ഞാനും തമ്മിൽ കുറച്ച് നാൾക്ക് മുമ്പേ പരിചയപ്പെട്ട് നല്ല സൗഹൃദം പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ നമ്മുടെ സൗഹൃദം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ ഒരു പ്രോഗ്രാം വരുവാണ്. ഒരു പ്രോഗ്രാം വരുന്നു. ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നമ്മളുമായിട്ട് നല്ല സൗഹൃദത്തിലായതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ വരും. അങ്ങനെ നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു. ഈ ഒരു ഫംഗ്ഷൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് പരസ്പരം നമ്മൾ പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് സംസാരിച്ച് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കുറേ സമയം നമ്മൾ സംസാരിക്കുന്നു. നമ്മുടെ വീട്ടുകാരെക്കുറിച്ച്, നമ്മുടെ ഫാമിലിയെക്കുറിച്ച്, നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇൻവൈറ്റ് ചെയ്ത, എന്നാൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരു സുഹൃത്ത്, എൻ്റെ സുഹൃത്ത് കടന്നു വരികയാണ്. അപ്പോൾ പെട്ടെന്ന് എന്നെ കണ്ട സന്തോഷത്തിൽ അവർ ഹായ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനും അതിൽ പെട്ടെന്ന് ആശ്ചര്യപ്പെടുകയും അവരുമായിട്ട് പെട്ടെന്ന് സംസാരിക്കാൻ എഴുന്നേൽക്കുകയൊക്കെ ചെയ്തു. അപ്പം എൻ്റെ ഫ്രണ്ടായ നിങ്ങൾ ഈ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുമായിട്ട് പെട്ടെന്ന് സംസാരിച്ചു. ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയ സമയത്താണ് ഞാൻ പെട്ടെന്ന് ഓർത്ത്, അയ്യോ ഇതെൻ്റെ സുഹൃത്താണ്. എന്നിട്ട് ഞാൻ നിങ്ങളെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ ജോലി ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്, നിങ്ങളുടെ ലൊക്കേഷനെക്കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പൊതുവായിട്ടുള്ള നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ സുഹൃത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സുഹൃത്തിനെക്കുറിച്ചുള്ള വിവരവും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു സുഹൃത്ത് ബന്ധം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവരുമായിട്ട് നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഈ ഒരു ഫംഗ്ഷൻ തുടങ്ങുന്ന സമയം മുതൽ പല സമയത്തായിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിച്ച് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ കുറച്ച് സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കൂ, ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. എനിക്ക് ഓഫീസിൽ നിന്ന് വന്നൊരു കോളാണ്, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം അന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയും നിങ്ങൾ പരസ്പരം സംസാരിച്ചിരിക്കുകയും ചെയ്തു. നമ്മൾ സംസാരിച്ചിരുന്നതിൻ്റെ ബാക്കിയായിട്ട് നിങ്ങൾ സംസാരിച്ച ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ തിരിച്ചു വരികയും നമ്മൾ വീണ്ടും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. ഈ ഒരു ഫംഗ്ഷൻ കുറച്ച് സമയങ്ങൾക്ക് ശേഷം കഴിയുകയും ചെയ്തു. അങ്ങനെ നമ്മൾ പരസ്പരം എല്ലാവരും പിരിഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ പരസ്പരം കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ഈ ഒരു സൗഹൃദ ബന്ധം വളരെയധികം പുരോഗമിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഉദാഹരണം. ഇനി രണ്ടാമത്തെ ഒരു ഉദാഹരണം പറയാം. നിങ്ങളെ ഒരു സെലിബ്രിറ്റി ഇനാഗുറേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ ഒരു ക്ഷണം തന്നു. അങ്ങനെ നിങ്ങൾ ഈ ഒരു ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ ആ ഒരു ഓപ്പൺ സ്റ്റേജാണ്, അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ എത്തിച്ചേരുന്ന സമയത്ത് അവിടെ ഈ സെലിബ്രിറ്റീനെ പ്രതീക്ഷിച്ച് ഒരുപാട് ആൾക്കാർ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ജെൻഡറിലുള്ളവരും ഓപ്പോസിറ്റ് ജെൻഡറിലുള്ളവരും എല്ലാവരും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ടപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. നിങ്ങളിങ്ങനെ ഈ സെലിബ്രിറ്റിയുടെ ഈ ഒരു പ്രോഗ്രാമിനിങ്ങനെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ചുറ്റിനും കണ്ണോടിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ, ഒരുപാട് മുഖങ്ങൾ കണ്ടതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പരിചയമുള്ളതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ മുഖങ്ങൾ നിങ്ങളിങ്ങനെ കണ്ടുപോകുന്നു. അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കുറച്ചപ്പുറത്തെ സൈഡിലായിട്ട് ഒരാൾ, നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരാളിങ്ങനെ നിൽക്കുന്നു. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു എന്തെന്നില്ലാത്തൊരു ഇഷ്ടം തോന്നി. എങ്ങനെ സംസാരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പയ്യെ മുമ്പോട്ട് അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് അല്ല അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, സെലിബ്രിറ്റി എത്താറായോ? അപ്പോൾ അവർ പയ്യെ ഒന്ന് മുഖം ഉയർത്തി നിങ്ങളെ നോക്കിയിട്ട് പറയും, എനിക്കറിയില്ല, ചിലപ്പോൾ ഇപ്പോൾ എത്തുമായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ സെലിബ്രിറ്റി സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. അപ്പോഴത്തേക്കും എല്ലാവരും വളരെ ആവേശപൂർവ്വം ആ സെലിബ്രിറ്റിയുടെ അടുത്തേക്ക് മുമ്പോട്ട് നീങ്ങി പോവുകയാണ്. നിങ്ങൾ ഈ സൈഡിലേക്കും, നിങ്ങൾ പരിചയപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ച കുട്ടി ആ സൈഡിലേക്കും ഇങ്ങനെ നീങ്ങി പോവുകയാണ്. അങ്ങനെ നീങ്ങിപ്പോയി കഴിഞ്ഞ് ഈ ഒരു പ്രോഗ്രാമൊക്കെ വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ യാദൃച്ഛികമായിട്ട് നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടിരുന്ന ആ ആളെ നിങ്ങൾ വീണ്ടും കാണാനിടയായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിച്ച് കാണിച്ചു നിങ്ങൾ. അപ്പം എന്താണെന്നറിയില്ല, ആ ആൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കണ്ട ഭാവം പോലും നടിക്കാതെ അങ്ങനെ മുമ്പോട്ട് നടന്നു പോവുകയാണ് ചെയ്തത്. ഇത് രണ്ടാമത്തെ ഉദാഹരണമാണ് കേട്ടോ. ഈ ഒരു രണ്ട് ഉദാഹരണവും ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണെന്നാൽ, ഇങ്ങനെ നിങ്ങൾക്ക് ഒരു വിവാഹാലോചന തുടങ്ങുന്ന ഒരു സമയത്ത് ഈ രണ്ട് പേരുമുണ്ട്. ഉദാഹരണം, ഒന്നാമത്തെ ആളിലെ രണ്ടാമത്തെ ആളിലേക്കും നിങ്ങളുടെ വിവാഹാലോചന പ്രപ്പോസൽ ചെല്ലുകയാണ്. ഇതിൽ നടക്കാൻ സാധ്യതയുള്ള
ഏത് ഉദാഹരണത്തിലെ ആളുമായിട്ടായിരിക്കും നിങ്ങളുടെ വിവാഹ പ്രപ്പോസൽ നടക്കാൻ സാധ്യതയുള്ളത്? ഒന്നാമത്തെ അല്ലേ? അതിന് കാരണം എന്താണ്? നിങ്ങൾക്ക് രണ്ടു പേരുടെയും ഇടയിൽ കോമൺ ആയിട്ട് ഞാൻ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടാനും ആ ഒരു സൗഹൃദം മുമ്പോട്ട് കൊണ്ടുപോകാനും വളരെയധികം സഹായകമായി. ശരിയല്ലേ? ഇനി രണ്ടാമത്തെ ഉദാഹരണത്തിലേക്ക് പോയാലോ? നിങ്ങൾ ജസ്റ്റ് ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. അവിടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നിങ്ങൾ കണ്ടെത്തി. അതിനുശേഷം നിങ്ങൾ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ എന്താ സംഭവിച്ചത്? ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം പല കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോയി. സെലിബ്രിറ്റി വന്നാകാം, അവരുടെ ഫ്രണ്ട്സ് ഇൻഫ്ലുവൻസ് ചെയ്താകാം, അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് കോൾ വന്നാകാം, പല കാരണങ്ങൾ കൊണ്ട് അതങ്ങ് മുടങ്ങിപ്പോവുകയാണ് ചെയ്തത്. അപ്പം ഈ ഒരു സിനാരിയോയിൽ, രണ്ടാമത്തെ ഉദാഹരണത്തിലൊരു സിനാരിയോയിൽ ഞാൻ മറ്റൊരു എലമെൻറ്റ് കൂടെ ആഡ് ചെയ്യാം. നിങ്ങളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ കണ്ടു, അല്ലെങ്കിൽ ഈ ഒരാളെ കണ്ട സമയത്ത് ആളോട് തൊട്ടപ്പുറത്ത് ഞാൻ നിൽക്കുന്നു എന്ന് കരുതുക. അദ്ദേഹം എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് നിങ്ങൾ എന്നെ കാണുന്നത്. നിങ്ങൾ ആ ആളോട് സംസാരിക്കാനാണ് വന്നത് എങ്കിലും എന്നെ കാണുന്നു. അപ്പം തന്നെ നിങ്ങൾ ഹായ്, എന്താണ് ഇവിടെ നിൽക്കുന്നത്, എപ്പോൾ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കും. അപ്പം തന്നെ ഞാൻ അതിന് മറുപടി പറയുകയും ഞാൻ സംസാരിക്കുന്ന കാണുമ്പോൾ ഈ ആൾ ഉറപ്പായിട്ടും ആശയത്തോടെ നോക്കി നിൽക്കുകയും ചെയ്യും. ഉറപ്പായിട്ടും ഞാൻ എന്തായാലും നിങ്ങളെൻ്റെ സുഹൃത്തായതിനാൽ ഞാൻ ഇവരെ നിങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെ ഒരു സിനാരിയോ വന്നാൽ ഉറപ്പായും ഈ ഒരു പ്രൊപ്പോസൽ വരുമ്പോൾ രണ്ടു പേർക്കും ഈക്വൽ ചാൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞു തന്നത് ഇത്രയേ ഉള്ളൂ. വിവാഹാലോചനയുമായി മുമ്പോട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന് മുമ്പോട്ട് പോകുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ പരസ്പരം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ വിവാഹം വളരെ മംഗളപൂർവ്വം നടക്കും എന്നുള്ളതാണ്. ഇതിൽ ഒന്നാമത്തെ ഉദാഹരണമാണ് H5 എന്ന നമ്മൾ പുതിയതായി ഇംപ്ലിമെൻ്റ് ചെയ്ത സിസ്റ്റം. ഇത് ഏതൊരു പ്ലാറ്റ്ഫോമിനെ പോലെയോ അല്ലെങ്കിൽ ഏതൊരു സർവീസിനെ പോലെയോ നിങ്ങൾ ഇതിനു മുമ്പ് പരിചയിച്ച ഒരു സർവീസിനെ പോലെയല്ല. നിങ്ങളുടെ സുഹൃത്ത് എന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും നിങ്ങളെ കൺസൾട്ട് ചെയ്യാനും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ പ്രതീക്ഷകളും ഉറപ്പായും മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യരായ ഒരാളിലേക്ക് എത്തിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഏറ്റവും പുതിയ സിസ്റ്റവും ടെക്നിക്കുമാണ് H5 എന്നുള്ളത്. നിങ്ങൾ ഉറപ്പായും H5ൽ ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് ഉറപ്പായും നല്ലൊരു വ്യക്തിയെ കണ്ടെത്താൻ സാധിക്കും. അതുവഴി ഹാപ്പി ആയിട്ടൊരു ഫാമിലി ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഹാപ്പി ഫാമിലി ആകാനായിട്ട് H5 കൺസെപ്റ്റിനെ നിങ്ങൾ ഹൃദയപൂർവ്വം ചേർക്കുക. എല്ലാവർക്കും സ്വാഗതം.